ഓം ഹം ഹനുമതേ നമഃ. ഹനുമാന്റെ ദ്വാദശ നാമങ്ങൾ, അതായത് 12 നാമങ്ങളാണ്. ഹനുമാൻ അഞ്ജനാസൂനുർ വായുപുത്രോ മഹാബലഃ രാമേഷ്ടഃ ഫൽഗുനസഖ പിംഗാക്ഷോ അമിത വിക്രമഃ ഉദതിക്രമണശ്ചൈവ സീതാശോകവിനാശന ലക്ഷ്മണ പ്രാണദാതാ ച ദശഗ്രീവസ്യ ദർപ്പഃ. ജയ ജയ ശ്രീ ആഞ്ജനേയർ, ജയ ജയ സീതാറാം. സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം 20ാം ദിവസത്തിലേക്ക്. ഇന്നത്തെ ദിവസം മുഴുവനും പറയാൻ പോകുന്നത് ഹനുമാന്റെ ആ വീരപ്രകടനങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സ്തുതി തന്നെ ഹനുമാന്റേത് ആക്കി മാറ്റിയത്. കഴിഞ്ഞ ഭാഗത്ത് സമ്പാദിയെ വാനരന്മാർ കണ്ടുമുട്ടുന്നതും സമ്പാദി സീത ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരണം വാനരന്മാർക്ക് നൽകുന്നതുമായിരുന്നു. സമുദ്രതരണം എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ സീതയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വാനരന്മാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സമ്പാദി സംപ്രീതനായി മറഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് ലങ്കയിലെത്തേണ്ട മാർഗത്തെക്കുറിച്ച് ആ മർക്കട വീരന്മാർ തമ്മിൽ ആലോചന തുടങ്ങി. ആരെങ്കിലും ഒരാൾ ആ കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരണം. അതിനാരാണ് സമർത്ഥൻ? അംഗദൻ ഓരോരുത്തരോടും പ്രത്യേകം ചോദിച്ചു. 10 യോജന മുതൽ 90 യോജന വരെ കഷ്ടിച്ചു ചാടാമെന്ന് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ലങ്ക 100 യോജനയും കുറച്ചുകൂടി അകലത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, വാമനൻ ബലിയോട് 3 ലോകവും 3 അടിയാൽ അളന്നു വാങ്ങിയ സമയത്ത് 3 വിനാഴിക കൊണ്ട് 37 വട്ടം പെരുമ്പറയും കൊട്ടി ഭൂമിക്ക് പ്രദക്ഷിണം വച്ചവനാണു ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ വൃദ്ധനായിപ്പോയി, ഒന്നിനും കഴിവില്ലാത്ത ഒരുത്തൻ. എന്നാലും 90 യോജന വരെയൊക്കെ എനിക്ക് ചാടാൻ ഇപ്പോഴും സാധിക്കും. അപ്പോൾ അംഗദൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും 100 യോജന ചാടി ലങ്കയിൽ എത്താമെന്ന് വെച്ചാൽ പിന്നെ തിരിച്ചു 100 യോജന ഇങ്ങോട്ട് ചാടാൻ എന്നെ കൊണ്ട് സാധ്യമാവുകയില്ല. എങ്കിലും ഞാനൊന്ന് പരീക്ഷിക്കാം. ജാംബവാൻ പറഞ്ഞു, അഥവാ തിരിച്ചു വരാമെങ്കിൽ തന്നെയും അംഗദനെ അയക്കുന്നത് ശരിയല്ല. അങ്ങ് നമ്മുടെ നേതാവും ഇളമുറ രാജാവുമാണ്. അപ്പോൾ അംഗദൻ പറഞ്ഞു, ആർക്കും ഇനിയിപ്പോ ഇതിന് കഴിവില്ലെങ്കിൽ പ്രായോപവേശം ചെയ്തു മരിക്കുക തന്നെയാണ് ഉത്തമം. ആ സമയത്ത് ജാംബവാൻ നോക്കുകയാണ് ഹനുമാനെ. ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ ഇരിക്കുകയാണ് മാരുതപുത്രൻ. ജാംബവാൻ മാരുതപുത്രനെ ഹനുമാനെ സമീപിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, ഇത്രയൊക്കെ എല്ലാവരും തങ്ങളുടെ കഴിവുകളെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടും ആഞ്ജനേയ, നീ എന്താണ് ഒന്നും മിണ്ടാതെ വൃഥാ ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ഈ മഹാസാഗരം തരണം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരാൾ നീ മാത്രമാണ്. നിനക്ക് ഓർമ്മയുണ്ടോ, നിന്റെ കുട്ടിക്കാലത്ത് ഉദിച്ചുയർന്നു പൊങ്ങി വന്ന സൂര്യബിംബം കണ്ട് പഴുത്ത തുടുതുടുത്ത പഴമാണെന്ന് കരുതി 500 യോജന ഉയരത്തിൽ ചാടിയവനല്ലേ നീ? ലോകനാശം വരെ നിനക്ക് മൃത്യു സംഭവിക്കുകയില്ല എന്നുള്ള വരവും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അപാര വരബലവും അതുല്യ കഴിവുമുള്ള നീ ഒരു മുതുക്കൻ കുരങ്ങനെ പോലെ ഇങ്ങനെ കിടക്കുന്നത് ശരിയാണോ? പോരെങ്കിൽ ഭഗവാൻ രാമഭദ്രൻ നിന്റെ കയ്യിലല്ലേ ആ അങ്കുലീയവും തന്നയച്ചിരിക്കുന്നത്. നിനക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത്. ജനകാത്മജയോട് പറയേണ്ട അടയാള വാക്യവും നിന്നോട് മാത്രമാണ് അദ്ദേഹം അരുളി ചെയ്തത്. ആഞ്ജനേയ, എഴുന്നേൽക്ക്. ലോകരക്ഷകന്റെ നിർദ്ദേശം നീ തന്നെ നിറവേറ്റുക. സീതാദേവിയെ കാണുവാനായി ഈ അബ്ധി കടക്കുവാൻ നീ തയ്യാറാകൂ. അധർമ്മത്തിന്റെ ശിരസിൽ നിന്റെ പാദങ്ങൾ വേണം ആദ്യം ചവിട്ടാൻ. പവനാത്മജ, ആഞ്ജനേയ, ഉണരൂ, പുറപ്പെടുക. വിജൃംഭിത വീര്യവാനായി ഹനുമാൻ ചാടി എഴുന്നേറ്റു. ഋഷ്യമൂകാചരത്തിൽ പള്ളികൊള്ളുന്ന ആ പരന്താമനെ മനസ്സിൽ ധ്യാനിച്ചു. നേരെ മഹേന്ദ്രഗിരിയുടെ അത്യുന്നത ശൃംഗാഗ്രത്തിൽ കയറി നിന്നുകൊണ്ട് ആദിയന്തരഹിതമായ ആ ചക്രവാള സീമ വരെ പരന്നു കിടക്കുന്ന ആ പാരാവാരത്തെ
ഹനുമാനൊന്ന് പരിവീക്ഷിച്ചു. തുംഗതരംഗങ്ങൾ അങ്ങനെ ഇളകിമറിയുന്നു. നക്രചക്ര സമഗ്രവും ഉഗ്രഭയങ്കരവുമായ ആ വാരിധി. ജാംബവാന്റെ ആ പ്രശംസാവചനങ്ങൾ കേട്ട ഹനുമാൻ അതിസന്തുഷ്ടനായിട്ട്, ആ ഉത്സാഹപൂർവം, ആ പ്രചോദവാനായിട്ട് അവിടെ കൂടിയിരുന്ന വാനരന്മാരെ ഒക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു ഭീമാകാരമായ രൂപം സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് ജാംബവാൻ ആഞ്ജനേയരുടെ ആ ജന്മരഹസ്യം മറ്റു മർക്കടന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാംബവാൻ തൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേരുപർവ്വതത്തിനെ 1000 വട്ടം പ്രദക്ഷിണം ചെയ്യാൻ തനിക്കാകും. സാഗരത്തിലെ ജലത്തെ തെറിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ പ്രളയത്തിലാക്കാനും തനിക്ക് കഴിയും. ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഗരുഡനെ 1000 വട്ടം വലം വയ്ക്കാൻ തനിക്ക് സാധിക്കും. ലങ്കാ നഗരത്തെ മുഴുവനായി പൊക്കി ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വയ്ക്കാനും വേണമെങ്കിൽ തനിക്ക് സാധിക്കും. ഹനുമാൻ തൻ്റെ വീര്യം തിരിച്ചറിയുകയാണ്. തൻ്റെ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാനെ കണ്ട വാനരവീരന്മാർ പുളകം കൊണ്ടു. എന്നിരുന്നാലും സാഹചര്യത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായി അവർ ഹനുമാനോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് തിരികെ വരുന്നതുവരെ ഞങ്ങളിവിടെ കാത്തു നിൽക്കും. ഞങ്ങളുടെ ജീവനും സീതാദേവിയെ കണ്ടെത്താമെന്നുള്ള ആശയവും എല്ലാം അങ്ങയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹനുമാൻ വാനര സംഘത്തോട് പറഞ്ഞു, ഞാൻ മഹേന്ദ്ര പർവ്വതത്തിൽ നിന്നും കുതിക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ചാട്ടത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനുള്ള കെൽപ്പ് ഈ പർവ്വതത്തിനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി ചെന്ന് നിൽക്കുന്നത്. വാനര ലക്ഷങ്ങൾ രാമ 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 എന്ന ശബ്ദകോലാഹലം മുഴക്കി ആഞ്ജനേയർക്ക് പ്രചോദനം നൽകുകയാണ്. ആ അദ്രിശിഖരത്തിൽ നിന്നുകൊണ്ട് അനിലപുത്രൻ അഖിലാണ്ടവും മൂവടിയാൽ അളർന്ന വാമനമൂർത്തിയെപ്പോലെ ഇപ്പോൾ വളർന്നു നിൽക്കുകയാണ്. രാമാങ്കുലീയം തൻ്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം തനിക്ക് പരാജയം ഉണ്ടാവുകയില്ല. ജനകാത്മജയെ രാവണൻ അശുദ്ധപ്പെടുത്തുകയോ വധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ബന്ധിച്ച് വാമഹസ്തത്തിലും ത്രികുടപർവ്വതത്തോടുകൂടി ലങ്കാപുരത്തെ കുത്തിപ്പറിച്ചെടുത്ത് ദക്ഷിണഹസ്തത്തിലുമായി താനിവിടെ കൊണ്ടുവരും. ഹനുമാൻ മനസ്സിലുറപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കേൾക്കെ രാമമന്ത്രം ഉച്ചത്തിൽ അദ്ദേഹം ഉദീരണം ചെയ്തു. ജാംബവാൻ പറഞ്ഞു, നിനക്ക് യാതൊരു വിഘ്നവും സംഭവിക്കുകയില്ല. നിന്റെ പിതാവായ വായുദേവൻ നിന്റെ സഹായാർത്ഥം കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഹനുമാൻ രാമദത്തമായ ആ അങ്കുലിയം കയ്യിലെടുത്ത് ഭക്തിപൂർവം അത് നയനങ്ങളിൽ വച്ചു. ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷം അത് വസനാഗ്രത്തിൽ സുഭദ്രമായി ബന്ധിച്ചു. എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള ആ സങ്കല്പ സീതാരൂപം അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ചു. അനന്തരം ലാങ്കുലമുയർത്തി അഗ്രം പിന്നിലേക്കു വളച്ച് ഹസ്തങ്ങൾ രണ്ടും നീട്ടി പരത്തി ഹനുമാൻ ആ ലവണസാഗരത്തെ ഒന്നുകൂടി അവലോകനം ചെയ്തു. ധീം മേൽപോട്ടൊരു കുതിച്ചു ചാട്ടം. വായു വേഗം വായുപുത്രൻ വാരിധിമീതെ വാരുറ്റ ഒരു പതംഗം എന്ന പോലെ പറക്കുകയാണ്. അവിടെ കൂടി നിന്ന വാനരന്മാരെല്ലാം ഹനുമാനെ പകച്ചു നോക്കി നിന്നു. എല്ലാവരുടെയും വക്ത്രങ്ങളിൽ നിന്ന് രാമശബ്ദം മുഴങ്ങി. അന്തരീക്ഷം രാമാഭിധാന മധുരനിനാദത്താൽ മുഖരിതമായി തീർന്നു. അകന്നകന്നു പോകുന്നതോടുകൂടി ഹനുമാൻ ചെറുതായി കാണപ്പെട്ടു. ഒടുവിൽ നീലാർണവ വിസ്തീർണതയുടെ വിദൂര വിഹായസിൽ ആ അത്ഭുത പരാക്രമി അപ്രത്യക്ഷനായി. അദ്ദേഹം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ വാനരവീരന്മാർ അദ്ദേഹത്തെ നോക്കി നിന്നു. അംഗദൻ ഭയകമ്പിതനായി രാമസങ്കേതമായ ഋഷ്യമുഖാചലം നോക്കി തൊഴുതുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ജാംബവാൻ സമാധാനപ്പെടുത്തി. അംഗദ കുമാര, നീ പേടിക്കണ്ട. മാരുതിപുത്രൻ അവനി മകളായ സീതാദേവിയും കണ്ടുവരും. അവൻ ലോകോത്തര രാമഭക്തനാണ്. ഹനുമാന് സാധിക്കാൻ പാടില്ലാത്തതായി ഒന്നുമില്ല. അദ്ദേഹം വിജയം വരിച്ചു തന്നെ വരും. ജയ ജയ ശ്രീ ആഞ്ജനേയർ, ജയ ജയ സീതാറാം. മഹേന്ദ്ര പർവ്വതത്തിൽ നിന്നും ചാടുന്നതിനു മുമ്പ് സൂര്യൻ, ഇന്ദ്രൻ, വായു, ബ്രഹ്മാവ് എന്നിവർക്ക് ധർമ്മിഷ്ഠനായ ഹനുമാൻ പ്രണാമങ്ങൾ അർപ്പിച്ചിരുന്നു.
തൻ്റെ ഭീമാകാരമായ ശരീരത്തിന്റെ ഭാരത്താൽ മഹേന്ദ്രപർവ്വതം കുലുങ്ങുന്നത് അദ്ദേഹം അറിഞ്ഞു. ഭീകര സർപ്പങ്ങൾ തീ തുപ്പിക്കൊണ്ട് പർവ്വതത്തിന്റെ പാറകളിൽ കൊത്തുവാൻ തുടങ്ങി. ആ പാറക്കഷ്ണങ്ങൾ തീഗോളമായി മാറി. ഹനുമാന്റെ ഈ അസാമാന്യ ചാട്ടം ദർശിക്കാൻ വിദ്യാധരന്മാർ ആകാശവീഥിയിലെത്തി. ഒന്ന് കുനിഞ്ഞ ഹനുമാൻ തൻ്റെ സർവശക്തിയും സംഭരിച്ച് പർവ്വത ശിഖരം പൊടിഞ്ഞു പോകാൻ തുടങ്ങി. പർവ്വതത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കുതിച്ചൊഴുകാൻ തുടങ്ങി. അവിടെ വിശ്രമിച്ചിരുന്ന ഗന്ധർവ ദമ്പതികളും മുനിമാരും മറ്റും ഭയത്താൽ ആ ഗിരിയിൽ നിന്നും പലായനം വരെ ചെയ്തു. അപ്പോഴാണ് ഹനുമാൻ വാനരവീരന്മാരോടായി അവസാനമായി ഒരു വാക്കുകൂടി പറഞ്ഞു: ഒന്നുകിൽ ഞാൻ സീതാദേവിയെ തിരികെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ രാവണനെയും ലങ്കയും വേരോടെ പിഴുതെടുക്കും. ഹനുമാൻ മറഞ്ഞതിന് ശേഷവും ഹനുമാന്റെ അവസാനമായ ഈ വാക്കുകൾ അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. രാമന്റെ വില്ലിൽ നിന്നും തൊടുത്തുവിട്ടൊരു ബാണം പോലെയാണ് അദ്ദേഹം വായുവിലൂടെ കുതിക്കുന്നത്. ഹനുമാന്റെ കുതിപ്പിന്റെ ശക്തിയാൽ പർവ്വതശിഖരത്തിലെ മരങ്ങളെല്ലാം പിഴുതെടുക്കപ്പെടുകയും അവ ആകാശത്തിലേക്ക് പറന്നുയരുകയും ചെയ്തു. ഭീമാകാരമായ മേഘം പോലെയാണ് ഹനുമാൻ പറന്നുയർന്നത്. അദ്ദേഹം തൻ്റെ വാല് നീട്ടിപ്പിടിച്ചിരുന്നു. ഹനുമാൻ സ്വർഗലോകത്തുകൂടെ പറന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തിയാൽ പിറുതെറിയപ്പെട്ട മരങ്ങൾ സാഗരത്തിലേക്ക് പതിച്ചു. അവയുടെ ശാഖകളിൽ നിന്നും കൊഴിഞ്ഞു വീണ പൂക്കൾ സാഗര ജലത്തിൽ പൊങ്ങിക്കിടന്നു. ഇത് മനോഹരമായൊരു ദൃശ്യ ഭംഗിയേകി. ഹനുമാന്റെ ചാട്ടത്താലുള്ളായ കൊടുങ്കാറ്റിനാൽ സാഗരവും പ്രക്ഷുബ്ധമായി. പർവ്വതത്തോളം ഉയരമുള്ള തിരമാലകൾ ഉണ്ടാവുകയും അവ തീരത്തിൽ ചെന്ന് അടിയുകയും ചെയ്തു. അദ്ദേഹം വായുവിലൂടെ അതിവേഗം സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ സംത്രാസത്താൽ മേഘങ്ങൾ അദ്ദേഹത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. മേഘങ്ങൾക്കിടയിൽ മറഞ്ഞപ്പോൾ അദ്ദേഹം ചന്ദ്രനാണെന്ന് തോന്നിച്ചു. കുറച്ചു സമയത്തിനു ശേഷം അദ്ദേഹം മേഘങ്ങൾക്ക് പുറത്തു വന്നു. പിതൃസ്നേഹത്താൽ വായുദേവൻ ഇളങ്കാറ്റു വീശി. അതിനാൽ ഹനുമാൻ സൂര്യതാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു. ആകാശവീഥിയിലൂടെ കുതിച്ച ഹനുമാനെ കണ്ട സർവ്വജീവജാലങ്ങളും അദ്ദേഹത്തെ പുകഴ്ത്തി. രാമചന്ദ്രനോടുള്ള ആദരവ് മൂലം ഹനുമാനെ സഹായിക്കണമെന്ന് സാഗരദേവൻ ആഗ്രഹിച്ചു. ഹനുമാനെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് സാഗരദേവന് തോന്നി. കാരണം ഇക്ഷ്വാകു വംശത്തിൽ ജന്മമെടുത്ത രാമചന്ദ്രന്റെ പിതാമഹനായ സഗര മഹാരാജാവാണ് സാഗരത്തിന്റെ അതിരുകൾ വ്യാപിപ്പിച്ചത്. പണ്ട് പാതാള ലോകങ്ങളിൽ നിന്നും രാക്ഷസന്മാർ ഭൂമിയിലേക്ക് വരുന്നത് തടുക്കാനായി ഇന്ദ്രൻ മൈനാക പർവ്വതത്തെ സാഗരത്തിനു മധ്യേ സ്ഥാപിച്ചിരുന്നു. ഹനുമാന് വിശ്രമിക്കാനായി മൈനാക പർവ്വതത്തോട് ഉയർന്നു പൊങ്ങുവാൻ സാഗരദേവൻ കൽപ്പിച്ചു. പക്ഷേ ആ വലിയ പർവ്വതം ഉയർന്നു വരുന്നത് കണ്ട ഹനുമാൻ അത് തനിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കരുതി. അതിനാൽ ആ പർവ്വതത്തെ തന്റെ മാറിടം കൊണ്ട് അദ്ദേഹം തട്ടി താഴെയിട്ടു. ഹനുമാന്റെ ശക്തിയെ അഭിനന്ദിച്ച മൈനാക പർവ്വതം മനുഷ്യരൂപം കൊണ്ട് ഹനുമാനു മുൻപിൽ പ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു: അല്ലയോ വായുപുത്ര, അങ്ങയുടെ യാത്ര തുടരും മുമ്പ് ദയവായി കുറച്ചു സമയം എന്റെ പർവ്വതത്തിൽ വിശ്രമിച്ചാലും. എന്റെ ഈ സേവനം ദയവായി അങ്ങ് കൈക്കൊള്ളണം. കാരണം അങ്ങേക്ക് ഈ സഹായം നൽകുന്നത് വഴി അങ്ങയുടെ പിതാവിനെ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യയുഗത്തിൽ എല്ലാ പർവ്വതങ്ങൾക്കും ചിറകുകൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഗരുഡനെ പോലെ ആകാശത്തിലെങ്ങും പറന്നു നടന്നു. പക്ഷേ ഞങ്ങൾ താഴെ വീഴുകയും ഭൂമിയിലുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുമോ എന്ന് ദേവന്മാരും ഋഷിമാരും ഭയന്നു. അതിനാൽ കോപാകുലനായ ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ആയിരമായിരം പർവ്വതങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. ഇന്ദ്രൻ എന്നെയും ആക്രമിക്കാൻ വന്നു. പക്ഷേ എന്നെ സാഗരത്തിലേക്ക് ബലാത്കാരമായി കൊണ്ടുപോയി വായുദേവനാണ് രക്ഷിച്ചത്. അതിനാൽ എൻ്റെ ചിറകുകൾ മാത്രം രക്ഷപ്പെട്ടു. അങ്ങയുടെ പിതാവായ വായുദേവൻ എനിക്ക് ചെയ്ത സഹായത്തിനു പകരമായി എൻ്റെ ഈ ആതിഥ്യം സ്വീകരിച്ചാലും. ഹനുമാൻ മറുപടി പറഞ്ഞു: മാപ്പു നൽകിയാലും എനിക്കിപ്പോൾ വിശ്രമിക്കാൻ കഴിയില്ല. എൻ്റെ ഈ യാത്ര അധികം താമസിക്കില്ല എന്ന് ഞാൻ മറ്റുള്ള വാനരന്മാർക്ക് വാക്കു നൽകിയിട്ടുണ്ട്. അതിനാൽ എനിക്കധികം സമയമില്ല. ഹനുമാൻ മൈനാക പർവ്വതത്തിന്റെ മുകളിൽ ആദരപൂർവ്വം ഒന്ന് സ്പർശിച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ യാത്ര തുടരാനായി കുതിച്ചുയർന്നു. രാമായണത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗമാണ് സുന്ദരകാന്ഡം. ഹനുമാൻ എപ്രകാരമാണ് തൻ്റെ ദൗത്യം വിജയകരമായി ചെയ്ത് തിരിച്ചു മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഉറച്ച വിശ്വാസവും ആത്മധൈര്യവും അദ്ദേഹത്തിൻ്റെ വിനയപൂർവമായ പെരുമാറ്റവും എല്ലാം കൊണ്ടാണ് ഈ ദുഷ്കരമായിട്ടുള്ള ദൗത്യം അദ്ദേഹത്തിന് നിസ്സാരമായി നിറവേറ്റാൻ സാധിച്ചത്. അത് ഭംഗിയായി വിവരിക്കുന്ന അധ്യാത്മ രാമായണത്തിലെ സുന്ദരകാന്ഡം എന്നുള്ള ഭാഗം
അല്ലെങ്കിൽ എന്നുള്ള കാണ്ഡം അത് പാരായണം ചെയ്യുന്നത് മുഴുവനും രാമായണം പാരായണം ചെയ്യുന്നതിൻ്റെ സുഹൃതം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇത് കണ്ട് സന്തുഷ്ടനായ ഇന്ദ്രൻ മൈനാക പർവ്വതത്തിനോട് പറഞ്ഞു, അങ്ങിനി എൻ്റെ വജ്രായുധത്തെ ഭയക്കേണ്ടതില്ല. അങ്ങയുടെ ചിറകുകൾ കൊണ്ട് അങ്ങേക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇതേ സമയം ഋഷികളും ദേവന്മാരും ഗന്ധർവന്മാരും നാഗമാതാവായ സുരസയുടെ മുൻപിലെത്തി. സുരസ ആരാണെന്നറിയാമോ? സമ്പാദിയുടെയും ജടായുവിൻ്റെയും അമ്മ കൂടിയാണ്. സുരസയോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഹനുമാന്റെ ശരിക്കുമുള്ള ശക്തി ഒന്ന് അറിയണമെന്നുണ്ട്. അതിനാൽ അങ്ങ് ദയവായി ഒരു രാക്ഷസിയുടെ രൂപം കൊണ്ട് ഹനുമാനെ തടുക്കാൻ ശ്രമിച്ചാലും ഒന്നുകിൽ ഹനുമാൻ അങ്ങയെ വളരെ വേഗം കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ അദ്ദേഹം തളർന്നു പോകും. വിരൂപിയായ ഭീമാകാരിയായ ഒരു രാക്ഷസിയുടെ രൂപമെടുത്ത് സുരസ പൊടുന്നനെ സാഗര മധ്യത്തിൽ നിന്നും ഉയർന്നു വരികയും ഹനുമാന്റെ യാത്രയ്ക്ക് ഭംഗം വരുത്തുകയും ചെയ്തു. ആ സ്ത്രീ സത്വം ഹനുമാന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ വിഴുങ്ങാൻ ഭാവിച്ചുകൊണ്ട് ആക്രോശിച്ചു. നീ ആര്? നിൽക്കവിടെ. ഈ നഭസിന്റെ നാഥയാണു ഞാൻ. എന്റെ അനുവാദം കൂടാതെ ആരും തന്നെ ഈ ആകാശവീതി കടന്നു പോകാറില്ല. അങ്ങനെ പോകുന്നവർ തൽക്ഷണം തന്നെ ഭക്ഷണമായി എന്റെ കുക്ഷിയിൽ പതിക്കാറാണ് പതിവ്. ഹനുമാൻ പറഞ്ഞു, ഞാൻ രാമകാര്യമായി പോകുന്ന ഒരു ദാസനാണ്. എന്നെ ദയവായി തടുക്കരുത്. അപ്പോൾ സുരസ പറഞ്ഞു, രാമനായാലും കാമനായാലും എനിക്കത് നോക്കിയിട്ട് കാര്യമില്ല. ആരിങ്ങനെ കടന്നു പോകുന്നുവോ അവർ എൻ്റെ ഭക്ഷണമാണ്. ബ്രഹ്മാവ് എനിക്ക് ഭക്ഷണം കൽപ്പിച്ചിട്ടുള്ളത് ആ വിധത്തിലാണ്. ഹനുമാൻ പറഞ്ഞു, ഞാൻ സ്വാമി കാര്യം സാധിച്ചു വന്നതിന് ശേഷം നിന്റെ ഭക്ഷണമായി തീർന്നുകൊള്ളാം. അതുവരെ ഒന്ന് ക്ഷമിക്കൂ. ഞാൻ ഒരിക്കലും സത്യലംഘനം ചെയ്യുകയില്ല. എനിക്ക് വഴിമാറിത്തരൂ. അപ്പോഴും സുരസ പറഞ്ഞു, ചപലനായ ഒരു മർക്കടന്റെ വാക്കുകൾക്ക് എന്ത് വില? ഞാൻ ഇതൊന്നും വിശ്വസിക്കുകയില്ല. ഞാൻ ആരാണെന്നറിയാമോ? നാഗമാതാവായ കദ്രുവിന്റെ മകൾ സുരസയാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, സുരസയോ? അരുണദേവന്റെ പത്നിയായ സുരസ ഇങ്ങനെ ഒരു കരാള രൂപിണിയായോ? അങ്ങയുടെ പുത്രന്മാരായ സമ്പാദിയും ജടായുവും ഭഗവാൻ രാമചന്ദ്രൻ സായൂജ്യ പദവി നൽകിയിട്ടുണ്ട്. ആ വിധം പുത്രന്മാരെ അനുഗ്രഹിച്ച രാമദേവന്റെ കാര്യത്തിന് പോകുന്ന ദാസനെയാണോ ഇപ്പോൾ അങ്ങ് വിഴുങ്ങാൻ പോകുന്നത്? സുരസ പറഞ്ഞു, നീ പറയുന്നത് നിന്റെ കാര്യം. എന്റെ കാര്യം ഇപ്പോൾ വിശപ്പാണ്. വിശപ്പ് വന്നാൽ ഞാൻ മക്കളെയും മറക്കും. അത് കണ്ട് പവനതനയൻ എന്തു പറഞ്ഞിട്ടും ആ പവനാശന രൂപിണി അനുസരിച്ചില്ല. ഒടുവിൽ അവളുടെ വായിൽ ഭക്ഷണമായി വീഴാമെന്ന് മാരുതി സമ്മതിച്ചു. അതിനനുസരിച്ച് അവൾ വായ വിടർത്തി. ഗരുഡവാഹനപുത്രൻ ഗന്ധമാദന മാമല പോലെ വളർന്നു. ഉടനെ ആ നാഗരാക്ഷസി ഒരു യോജന വിസ്താരത്തിൽ വായങ്ങു വിടർത്തി. നാഗഭൂഷണ സംഭൂതൻ ഹനുമാൻ 5 യോജന വിസ്താരത്തിൽ ശരീരത്തിന്റെ വണ്ണം വർദ്ധിപ്പിച്ചു. സുരസയാണെങ്കിലോ 5 യോജന വിസ്താരത്തിൽ വായ വലുതാക്കി. തൽക്ഷണം തന്നെ അഞ്ജനാതനയൻ മഞ്ചാടിക്കുരു സമാനം തഞ്ചത്തിൽ ഗാത്രമങ്ങ് കൃശമാക്കി. അവളുടെ വായിൽ ചാടി വീണ് നിമിഷ നേരം കൊണ്ട് ആ ശ്രവണത്തിൽ കൂടി പുറത്തേക്കും വന്നു. അമ്മേ ദേവി, ഇനി അമ്മ എൻ്റെ മാതാവായി കഴിഞ്ഞിരിക്കുന്നു. അവിടത്തെ അരുമ നന്ദനനെ അനുഗ്രഹിച്ച് ദയവായി യാത്രയാക്കൂ എന്ന് ഹനുമാൻ അപേക്ഷിച്ചു. ഇത് കേട്ട് സുരസ ചിരിച്ചുപോയി. തൻ്റെ കരാള ഭീകരാകൃതി ഉപേക്ഷിച്ച് സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് അവർ പ്രതിവചിച്ചു, മകനെ, ധർമ്മപ്രവർത്തകനായ ആഞ്ജനേയ, ദേവകളുടെ ആവശ്യപ്രകാരം രാമകാര്യാർത്ഥം ഗമിക്കുന്ന നിന്റെ സാമർഥ്യവും ബലവും പരീക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു ഘോരാകൃതി ധരിച്ചു വന്നത്. ഞാൻ ദുഷ്ടയല്ല. കശ്യപന്റെ പുത്രിയും വിഷ്ണുതൽപമായ അനന്തന്റെയും ശിവഭൂഷണമായ വാസുകിയുടെയും കനിഷ്ഠ സോദരിയാണ്. ഇത്തരുണത്തിൽ എൻ്റെ പുത്രന്മാർക്ക് രാമഭദ്രൻ സായൂജ്യ പദവി നൽകി അനുഗ്രഹിച്ച കഥയും നിന്നിൽ നിന്ന് കേട്ട് ആനന്ദിക്കാൻ എനിക്ക് സംഗതി വന്നല്ലോ. ശിവസംഭൂതനായ നിന്നെ കാണുവാനും നിന്റെ മാതൃത്വം വഹിക്കാനുള്ള ഭാഗ്യവും ഇപ്പോൾ എനിക്കുണ്ടായി. നീ പോയി സർവ്വ വിജയങ്ങളും ഭരിച്ചു വരൂ പുത്ര. നിന്റെ വൈദഗ്ധ്യ വൈശിഷ്ട്യ വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ എല്ലാ വാനവരെയും പോയി അറിയിക്കുന്നതാണ്. അങ്ങനെ സുരസ ഹനുമാനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ദൗത്യം തുടർന്നാലും സീതാരാമന്മാരെ ഒന്നിപ്പിക്കാൻ അങ്ങേക്ക് എത്രയും വേഗം കഴിയട്ടെ. ഇത്രയും പറഞ്ഞ് സുരസ അപ്രത്യക്ഷയായി. ആകാശത്തിലൂടെ കുതിച്ചുകൊണ്ട് ഹനുമാൻ തൻ്റെ യാത്ര തുടർന്നു. പെട്ടെന്ന് സിംഹിക എന്നു പേരുള്ള ഒരു രാക്ഷസി ഹനുമാന്റെ നിഴലിൽ പിടിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഹനുമാൻ തനിക്ക് ശക്തി നഷ്ടപ്പെടുകയാണെന്ന് കരുതി.
പക്ഷേ ചുറ്റും നോക്കിയപ്പോൾ സാഗരത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഘോര ആകാരമായ രൂപത്തെ അദ്ദേഹം കണ്ടു. തന്റെ വായ തുഴന്നു പിടിച്ചുകൊണ്ട് സിംഹിക ഹനുമാനു നേർക്ക് കുതിച്ചപ്പോൾ ഹനുമാൻ തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി. ആ രാക്ഷസിയുടെ വായ കൊണ്ട് തന്റെ ഈ വലിയ ശരീരത്തെ വിഴുങ്ങാൻ കഴിയുമെന്ന് അതിബുദ്ധിമാനായ ഹനുമാൻ മനസ്സിലാക്കി. അതിനാൽ ഹനുമാൻ പൊടുന്നനെ തന്റെ ശരീരം ചെറുതാക്കി. എന്നിട്ട് അദ്ദേഹം ആ രാക്ഷസിയുടെ വായിലൂടെ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചു. തന്റെ കൂർത്ത നഖങ്ങളാൽ അദ്ദേഹം അവരുടെ ഹൃദയം പല കഷ്ണങ്ങളായി ഛേദിച്ചു. അതിനുശേഷം ഹനുമാൻ രാക്ഷസിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരികയും തന്റെ സ്വസ്വരൂപം സ്വീകരിക്കുകയും ചെയ്തു. സിംഹിക സാഗരത്തിലേക്ക് മരിച്ചു വീണപ്പോൾ സിദ്ധന്മാരും ചാരണന്മാരും വിദ്യാധരന്മാരുമെല്ലാം ഹനുമാന്റെ വിജയം വാഴ്ത്തിപ്പാടി. പിന്നെയും ആപത്ശങ്കയോടെ ആഞ്ജനേയൻ ആപാദമസ്തകം ഇളക്കിക്കുലുക്കി യാത്ര തുടർന്നു. സായകാല സദ്യയുടെ മനോഹര വർണ്ണപ്പകിട്ടുകൾ പശ്ചിമാകാശത്തിൽ പരന്നു. അസ്തമയഗിരി ശിരസിൽ ദിനാന്ത ചിത്രഭാനുവും ലങ്കാ പരിസരത്തിലുള്ള സുവേലപർവ്വ ശിരസിൽ രാമദൂതനും ഒരേ സമയത്ത് എത്തിച്ചേർന്നു. അങ്ങനെ അധികം വൈകാതെ ലങ്കയുടെ തീരവും കാടുകളും ഹനുമാന് കാണാനായി. രാക്ഷസന്മാർ തന്നെ കണ്ടാലോ എന്ന് ചിന്തിച്ച ഹനുമാൻ തന്റെ ശരീരം സാധാരണ വലിപ്പത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം ലങ്കയിലെ പ്രധാന പർവ്വതമായ ത്രികൂടത്തിൽ ഇറങ്ങി. ഒരു മനോഹര മണി രത്ന മകുടം പോലെ സ്വർഗനഗരിയെ നാണിപ്പിക്കത്തക്ക വിധമുള്ള ലങ്കാ നഗരി ഹനുമാൻ കാണുകയാണ്. 7 8 നിലകളോടുകൂടിയ സുവർണ മണി ഹർമ്മ്യങ്ങൾ, ഉയർന്ന രുമയേകിയ കനക സ്തൂപികകൾ, സ്ഫടിക സങ്കാശ ജലം, പളുപളെ വിളങ്ങുന്നതും രത്ന ഖചിത കൽപ്പടവുകളാൽ സമലങ്കൃത ശോഭിതവുമായ നിർമ്മല സരസുകൾ, പരിമളകോമള കുസുമ വിഭൂഷണങ്ങൾ അണിഞ്ഞ വൃക്ഷലതാദികൾ, നന്ദനോദ്യാന സമാനമായ സുന്ദരമായ പൂങ്കാവനം, അങ്ങനെ നയനാനന്ദകരങ്ങളായ പല ദൃശ്യങ്ങളും പവനതനയൻ ലങ്കയിൽ കണ്ട് പരമാത്ഭുതം പൂകി. 100 യോജന ദൂരം ചാടിക്കടന്നിട്ടും ഹനുമാൻ ഒരു തരി പോലും തളർച്ചയില്ല കേട്ടോ. ഹനുമാൻ ത്രികൂട പർവ്വതത്തിൽ നിന്നും താമരപ്പൂക്കൾ നിറഞ്ഞ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ലങ്കാ നഗരത്തെ വീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഘോര രാക്ഷസന്മാർ കാവൽ നിൽക്കുന്ന ഒരു വലിയ സ്വർണ്ണ മതിൽ ആ നഗരത്തെ ആവരണം ചെയ്തിരുന്നു. ലങ്കയുടെ വടക്കേ കവാടത്തിലേക്ക് നടക്കാൻ തുടങ്ങിയ ഹനുമാൻ ഉയർന്ന വെണ്മയാർന്ന കൊട്ടാരങ്ങളും സ്വർണ്ണ കമാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നടവഴികളും അവ കാക്കുന്ന വിരൂപകരായ രാക്ഷസന്മാരെയും കണ്ടു. ആ രാക്ഷസന്മാർ പലതരത്തിലുള്ള ആയുധങ്ങളും ഏന്തിയിരുന്നു. ഇഷ്ടാനുസരണം തങ്ങളുടെ രൂപം മാറ്റാനുള്ള കഴിവ് ആ രാക്ഷസന്മാർക്ക് ഉണ്ടായിരുന്നു. ഹനുമാൻ ചിന്തിച്ചു, ഈ നഗരത്തെ കീഴടക്കാൻ ദേവന്മാരെ കൊണ്ടുപോലും സാധിക്കുമെന്ന് തോന്നുന്നില്ല, പിന്നെയാണോ വാനരന്മാരെ കൊണ്ട്? എനിക്കും സുഗ്രീവനും നീലനും അംഗദനും മാത്രമേ കടൽ കടന്ന് ഇവിടെ എത്താനുള്ള കഴിവുള്ളൂ എന്നിരിക്കെ ഈ രാക്ഷസന്മാരെ ഇല്ലാതാക്കാമെന്ന് രാമചന്ദ്രൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെയായാലും സീതാദേവി ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്തുന്നതാണ് എൻ്റെ ആദ്യത്തെ കടമ. അയോഗ്യരായ ദൂതന്മാർ ചിലപ്പോൾ ഏറ്റവും നല്ല പദ്ധതികൾ പോലും നശിപ്പിക്കാറുണ്ട്. അതിനാൽ എങ്ങനെ സീതാദേവിയെ കാണാമെന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ചു വേണം തീരുമാനിക്കാൻ. ഇവിടുത്തെ കാവൽക്കാർ വളരെ ശ്രദ്ധയോടെയാണ് കാവൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ ഈ സ്വാഭാവിക രൂപത്തിൽ ഉള്ളിലേക്ക് കടക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. കാറ്റിനുപോലും അനുവാദമില്ലാതെ ലങ്കയിലേക്കുള്ളിൽ കടക്കാൻ ആർക്കാണ് കഴിയുക? ആരാലും പിടിക്കപ്പെടാൻ കഴിയാത്ത ഒരു രൂപം ധരിച്ചുകൊണ്ട് വേണം ഈ രാത്രിയിൽ ഞാൻ ഈ ലങ്കാ നഗരത്തിനുള്ളിൽ കടക്കാൻ. സൂര്യൻ അസ്തമിക്കാനായി. ഹനുമാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവസാനം ഇരുട്ടു വീണപ്പോൾ ഹനുമാൻ പൂച്ചയുടെ വലുപ്പമെടുത്തു. എന്നിട്ട് മതിൽ ചാടിക്കടന്നുകൊണ്ട് ലങ്കയ്ക്കുള്ളിൽ പ്രവേശിച്ചു. 7 8 നിലകളുള്ള തങ്കത്താലും മറ്റും വിലപിടിപ്പുള്ള രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട കൊട്ടാരങ്ങളാൽ നിറഞ്ഞ ലങ്കാപുരി ഹനുമാന്റെ ഭാവനാശക്തിക്കും അപ്പുറമായിരുന്നു. രത്നങ്ങൾ പതിപ്പിച്ച ജാലങ്ങളുള്ള അതിഗംഭീരമായ ഗൃഹങ്ങൾ ലങ്കാപുരിയിൽ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു. അവയ്ക്കുള്ളിൽ താമസിച്ചിരുന്ന തരുണീമണികളുടെ പൊട്ടിച്ചിരികളും മധുരമയമായ പാട്ടുകളും ഓരോ ഗൃഹത്തിൽ നിന്നും കേൾക്കാമായിരുന്നു. ആ നഗരത്തിൽ എല്ലായിടത്തും രാവണന്റെ സംരക്ഷണത്തിനായി രാക്ഷസ ബ്രാഹ്മണന്മാർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഹനുമാനെ സഹായിക്കാനെന്നോണം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉദിച്ചു പൊങ്ങി. ചന്ദ്രകിരണങ്ങൾ അവിടെ എങ്ങും പരന്നു. ആ സമയം ലങ്കാലക്ഷ്മി ഒരു വിരൂപിയായ രാക്ഷസിയുടെ രൂപത്തിൽ ഹനുമാനു മുന്നിൽ പ്രത്യക്ഷയായി. അതിഭയങ്കരമായൊരു ഗർജനം കേട്ടിട്ട് ഹനുമാൻ അവിടേക്ക് നോക്കുമ്പോൾ ഒരു നിശാചരി. അവർ ചോദിച്ചു, നീ ആര്? എന്തിനിവിടെ വന്നു? ആരാലും തടയപ്പെടാതെ എങ്ങനെയാണ് നീ ഈ നഗരത്തിലേക്ക് കയറിയത്? ഈ രാക്ഷസ രാജ്യത്ത് അങ്ങേപ്പോലൊരു വാനരൻ എന്താണ് ചെയ്യുന്നത്?
ഹനുമാൻ മറുപടി പറഞ്ഞു, താങ്കൾ ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയുള്ളൂ. അപ്പോൾ രാക്ഷസി കോപത്തോടെ പറഞ്ഞു, ഞാൻ ലങ്കയിലെ അതിപയായ ദേവതയാണ്. രാവണന് വേണ്ടി ഞാൻ ഈ ലങ്കാ നഗരം കാക്കുന്നു. എൻ്റെ അനുവാദമില്ലാതെ അങ്ങ് ഈ നഗരത്തിനുള്ളിലേക്ക് കടന്നാൽ അങ്ങ് എൻ്റെ കൈകൾ കൊണ്ട് മരണം വരിക്കുന്നതായിരിക്കും. ഹനുമാൻ പറഞ്ഞു, ഞാൻ ഈ നഗരവും അതിനുള്ളിലുള്ള അതിഗംഭീരമായ ഉദ്യാനങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ കാണാനാണ് വന്നിരിക്കുന്നത്. ലങ്കാലക്ഷ്മി ധിക്കാരത്തോടെ മറുപടി പറഞ്ഞു, ഈ നഗരത്തിൽ രാക്ഷസന്മാർ മാത്രമാണ് വസിക്കുന്നത്. വാനരന്മാർക്ക് ഈ നഗരത്തിൽ ചുറ്റി നടക്കാൻ അനുവാദമില്ല. ലങ്കയുടെ ഐശ്വര്യവും പ്രതാപവും കണ്ടേ തീരൂ എന്നാണെങ്കിൽ ആദ്യം അങ്ങ് എന്നെ വധിക്കണം. അതു കേട്ട ഹനുമാൻ പറഞ്ഞു, എനിക്കിഷ്ടം പോലെ ഞാൻ ഈ നഗരം ചുറ്റിക്കാണുകയും പിന്നെ വന്ന വഴിയെ തിരിച്ചു പോവുകയും ചെയ്യും. കോപാകുലയായ ലങ്കാലക്ഷ്മി ആക്രോശിച്ചു, നിനക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഇടത് കൈപ്പടം കൊണ്ട് ഹനുമാനെ ഒന്ന് പ്രഹരിച്ചു. ക്രോധം പൂണ്ട ഹനുമാൻ ലങ്കാലക്ഷ്മിയെ തൻ്റെ ഇടത് മുഷ്ടി കൊണ്ട് തിരിച്ചും പ്രഹരിച്ചു. ലങ്കാലക്ഷ്മി ഒരു സ്ത്രീ ആയിരുന്നതിനാൽ ഹനുമാൻ വളരെ ശക്തമായിട്ടല്ല കേട്ടോ പ്രഹരിച്ചത്. എന്നാലും ഹനുമാന്റെ പ്രഹരമേറ്റ് ലങ്കാലക്ഷ്മി നിലത്തു വീണ് വേദന കൊണ്ട് കരയാൻ തുടങ്ങി. അവർ ഹനുമാനോട് അപേക്ഷിച്ചു, അയ്യോ, ദയവായി എന്നെ വെറുതെ വിട്ടാലും. ഒരു വീരൻ ഒരിക്കലും സ്ത്രീകളെ അടിക്കാറില്ല. വളരെ പണ്ട് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞു, ഒരു വാനരൻ എന്ന് നിന്നെ പരാജയപ്പെടുത്തുന്നുവോ അന്നു മുതൽ നിന്റെ നഗരത്തിന്റെയും രാക്ഷസന്മാരുടെയും പതനം ആരംഭിക്കും. അതിനാൽ ഞാൻ അങ്ങയോട് തോൽവി സമ്മതിക്കുന്നു. രാവണന്റെ മരണം അടുത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അല്ലയോ വാനര, ലങ്കയിലേക്ക് പ്രവേശിക്കാൻ ഞാനിതാ അങ്ങേക്ക് അനുവാദം നൽകുന്നു. അനുകമ്പയോടെ ഹനുമാൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹനുമാനോട് അവർ പറഞ്ഞു, ഹേ വീരനായ വാനര, അങ്ങയുടെ ബാഹുബലം ഞാൻ കണ്ടുകഴിഞ്ഞു. വാനര വേഷത്തിൽ വന്നിരിക്കുന്ന അങ്ങ് ആരാണ്? വാനരൻ തന്നെയാണോ? ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഞാനാണ് ഈ ലങ്കയുടെ അധിഷ്ഠാന ദേവതയായ ലങ്കാലക്ഷ്മി. ഹനുമാൻ പറഞ്ഞു, ഞാൻ വാനരൻ തന്നെയാണ്. ജഗൽപതി ശ്രീ നാരായണന്റെ തിരുവവതാരമായ ശ്രീരാമദേവന്റെ ഒരു ദാസനാണ് ഞാൻ. എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. എന്നിട്ട് രാമചന്ദ്രന്റെ ആ കഥകളൊക്കെ ലങ്കാലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രാമചന്ദ്രന്റെ ധർമ്മപത്നിയായ ജാനകി ദേവിയെ ഈ ലങ്കയുടെ അധിപനായ രാവണ നിശാചരൻ അപഹരിച്ചു കൊണ്ടുപോന്നു. ആ ദേവി ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാണ് സമുദ്രം ചാടിക്കടന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഭഗവാൻ രാമചന്ദ്രൻ ഭാര്യാദുഃഖിതനായി അനുജൻ ലക്ഷ്മണനോടും ഒന്നിച്ച് ഋഷ്യമൂകാചലത്തിൽ ഒരു താപസനായി കഴിഞ്ഞുകൂടുന്നു. ഇത് കേട്ട് ലങ്കാലക്ഷ്മി പറഞ്ഞു, ശ്രീരാമദാസനായ വാനരശ്രേഷ്ഠ, ഞാൻ ലങ്കാലക്ഷ്മിയാണെന്ന് പറഞ്ഞെങ്കിലും ലക്ഷ്മിയാണ്. അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മിയാണ് ഞാൻ. പുണ്ടരീകോത്ഭവന്റെ ഭണ്ഡാരം കാവൽക്കാരികളിൽ ഒരാളാണ് ഞാൻ. സത്യലോകത്തെത്തുന്ന പുണ്യാത്മാക്കളായ സത്തുക്കളുടെ പുണ്യസഞ്ചയം സൂക്ഷിക്കുന്ന ഭണ്ഡാകാരമായിരുന്നു അത്. ഒരിക്കൽ എൻ്റെ ജോലിയിൽ അല്പം അശ്രദ്ധ ഞാൻ കാണിച്ചു. അതുമൂലം ഒരു പുണ്യവാന്റെ പുണ്യത്തിന്റെ ഒരു അംശം ഭണ്ഡാരത്തിൽ കുറവ് വന്നു. അതെങ്ങനെയോ ഒരു പാപി കൈവശപ്പെടുത്തി. എൻ്റെ അശ്രദ്ധ മൂലമാണ് അപ്രകാരം സംഭവിച്ചത്. ആ കാരണത്താൽ ബ്രഹ്മദേവൻ എന്നെ ശപിച്ചു. ഇനിമേലിൽ നിന്റെ കാവൽ രാക്ഷസരാജനായ രാവണന്റെ ഗോപുരവാതിൽക്കലാകട്ടെ. അങ്ങനെയാണ് ഞാനിവിടെ രാക്ഷസന്മാരുടെ കാവൽക്കാരിയായ ലങ്കാലക്ഷ്മിയായി മാറിയത്. എന്നാൽ ശാപമോചനത്തിനു വേണ്ടി ബ്രഹ്മദേവനോട് ഞാൻ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു, രാവണ നിഗ്രഹത്തിനു വേണ്ടി മഹാവിഷ്ണു രാമനായി അയോധ്യയിൽ അവതരിക്കും. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെ രാവണൻ കട്ടുകൊണ്ട് ലങ്കയിൽ കൊണ്ടുവരും. ആ സതീമണിയെ അന്വേഷിച്ച് രാമദൂതനായ ഒരു വാനരൻ ലങ്കയിലെത്തും. അവന്റെ പ്രഹരം നീ ഏറ്റാൽ അന്നു നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കും. അങ്ങനെ ശാപഗ്രസ്തയായി തീർന്ന ഞാൻ രാക്ഷസിയായി ലങ്കാലക്ഷ്മി എന്ന പേരിൽ ഇവിടെ ഈ ഗോപുരവാതിൽക്കൽ അന്നു മുതൽ കാവൽ ആരംഭിച്ചു. അങ്ങയുടെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. ഇന്നെനിക്ക് അങ്ങയുടെ സാന്നിധ്യം സിദ്ധിച്ചു, പ്രഹരവും ലഭിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ ഋഷ്യമുഖാചലത്തിൽ ചെന്ന് ശ്രീരാമദേവ തിരുവടികളെ കണ്ട് തൊഴുത് വിടവാങ്ങി സത്യലോകത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങേക്ക് വിജയവും മംഗളവും സിദ്ധിക്കട്ടെ. സീതാദേവിയുടെ ഒരു വർത്തമാനം കൂടി ഞാൻ അങ്ങയെ ധരിപ്പിക്കാം. സ്വർഗനഗരത്തെ വെല്ലുന്ന മനോഹാര്യം തികഞ്ഞ ഒരു അത്ഭുതപുരമാണ് ഈ ലങ്ക. കുബേരനായ വൈശ്രവണനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ പുരം. സീതാദേവിയെ ദർശിച്ചതിനു ശേഷം എല്ലാം ചുറ്റി നടന്ന് കാണുക. രാക്ഷസന്മാരുടെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കണേ. രാവണന്റെ അന്തഃപുരത്തിനകത്ത് അതിരമണീയമായൊരു അശോക ഉദ്യാനമുണ്ട്. അതിൻ്റെ നടുവിൽ പന്തലിച്ച ഒരു ശിംശിബാ വൃക്ഷം നിൽപ്പുണ്ട്. ആ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ വൃക്ഷം തന്നെ അതാണ്.
അതിൻ്റെ ചുവട്ടിൽ കാവൽക്കാരികളായ രാക്ഷസ നാരികളാൽ പരിവൃതയായ ആ പതിവ്രതാരത്നം സീതാദേവി ഇരിക്കുന്നുണ്ട്. പല മന്ദിരങ്ങളും പല പാതകളും കോട്ടകളും ഒക്കെ കടന്നു വേണം അവിടെ എത്താൻ. ഇങ്ങനെ ഹനുമാന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അനുഗ്രഹിച്ച് ലങ്കാലക്ഷ്മി തൻ്റെ രാക്ഷസീയ ശരീരം വെടിഞ്ഞ് സ്വന്തം രൂപം സ്വീകരിച്ച് എന്നേക്കുമായി ലങ്കയെ വിട്ട് പ്രയാണം ചെയ്തു. അതോടുകൂടി ലങ്കയുടെ ഐശ്വര്യവും മുടിഞ്ഞു. ഇനി ഹനുമാന്റെ സീതാദർശനാണ്. അത് അടുത്ത ഭാഗത്ത് കേൾക്കാം. എല്ലാവർക്കും ആഞ്ജനേയരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹനുമാൻ സ്വാമി ഇല്ലാതെ ഈ രാമായണം സമ്പൂർണ്ണ ആവുകയില്ല. ഹനുമാന്റെ ഭക്തി, അതിൻ്റെ ആ പരമോന്നതമായിട്ടുള്ള സ്ഥാനം, അതിൻ്റെ ആ വൈശിഷ്ട്യം മനസ്സിലാക്കാതെ രാമായണത്തെ അറിയാനും സാധിക്കില്ല. എല്ലാവർക്കും അഞ്ജനാതനയനായ മാരുതി പുത്രനായ ഹനുമാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.